നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ട് ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? അല്ലെങ്കിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. അപ്പൊ ആർട്ടിക്കിൾ 23ഉം 24ഉം എന്താണ് പ്രതിപാദിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 23ഉം ആർട്ടിക്കിൾ 24. 23 ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ നിർബന്ധിത വേല നിരോധിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നിരോധിക്കുന്നു, അല്ലെങ്കിൽ അടിമത്തം നിരോധിക്കുന്നു. ഈ 3 രീതിയിലും ചോദിക്കാം. നിർബന്ധിത വേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 23. മനുഷ്യക്കടത്ത് അഥവാ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 23. അടിമത്തം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ആണ് ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ബാലവേല നിരോധിക്കുന്നത്. 2014 എന്ന വർഷം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ വർഷത്തില് ഒരു ഇന്ത്യക്കാരന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എന്തിനുള്ള നൊബേൽ സമ്മാനം? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു? ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ബാലവേലക്കെതിരെ നിരന്തരം പോരാടുന്ന വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലക്കെതിരെ പോരാടുന്ന സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ഇദ്ദേഹത്തിന് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആ വർഷം തന്നെയാണ് മലാല യൂസഫ് സായിക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടത് എന്ന് ഓർക്കുക. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു മുദ്ര പതിക്കാറുണ്ട്. ആ മുദ്രയുടെ പേരാണ് റക് മാർക്ക്. ഈ റക് മാർക്ക് എന്ന മുദ്രയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാലും കൈലാഷ് സത്യാർത്ഥിയാണ്. റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ് എന്നാണ് റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുകൂടി ഓർക്കുക. അപ്പൊ ബച്പൻ ബച്ചാവോ ആന്തോളൻ ഓർക്കുക, റക് മാർക്ക് ഓർക്കുക, ഗുഡ് വീവ് ഓർക്കുക. 2014 കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായിക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വന്നാലോ? ചൂഷണത്തിനെതിരായ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെ? 23ഉം 24ഉം. ഇത് മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശത്തിലാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 23 എന്താണ്? മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിൽ എടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം ഇമ്പോർട്ടന്റ് ആണ്. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 23 ആണ്. അനുച്ഛേദം 23. ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാലവേലയ്ക്ക് വിധേയരാക്കാൻ പാടില്ലാത്തത്? അത് ഓർക്കുക. 14 വയസ്സാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സൂചനകളുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണെന്ന് ചോദിച്ചാൽ റക് മാർക്ക്. റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ്. 2014 കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് റക് മാർക്ക് എന്ന മുദ്രയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ഇദ്ദേഹം. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ 12. വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ജൂൺ 12. ക്ലിയർ അല്ലേ? ഇത്രയും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് പിന്നീട് നീക്കം ചെയ്തത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. വർഷം 1978. ഈ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8 അല്ലേ കിട്ടുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി വർഷം ഏതാ? 1976 ആണ്. ഈ 6 എന്നത് 4ഉം 2ഉം കൂടെ കൂട്ടുന്നത്. അതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ 44ാം ഭരണഘടന
ഭരണഘടനാ ഭേദഗതിയിലേക്ക് വന്നാൽ ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഏത് ഗവൺമെന്റ്? ജനതാ ഗവൺമെന്റ് ആണ് ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. ഏത് ഗവൺമെന്റ്? ജനതാ ഗവൺമെന്റ്. വർഷം 1978. അപ്പൊ ഈ ഒരു ഭേദഗതി പ്രകാരം ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് അത് മാത്രമല്ല നടന്നത്, പിന്നെയും കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. കൂടാതെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്നത് മാറ്റി അതിനു പകരം സായുധ വിപ്ലവം എന്ന് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 300A ആഡ് ചെയ്തു. അപ്പൊ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ സ്വത്തവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A. ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വർഷം 1978 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഈ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് നോർത്തെ 1979 ഏപ്രിൽ മാസം 30-നാണ്. 1979 ഏപ്രിൽ മാസം 30-നാണ് 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. സ്വത്തവകാശത്തെ 44ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭാഗത്തിലാണ്? അത് ഓർത്തിരിക്കുക, 12ാം ഭാഗത്തിലാണ് സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത്. ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ്. കോൺഗ്രസ് അല്ല, ജനതാ ഗവൺമെന്റ് ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. ഓർത്തിരിക്കാം. ഇനി 2 പോയിന്റ്സ് പറയുന്നുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക. 44ാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത 3 അനുച്ഛേദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 134A, 361A, 300A. അതിൽ 300A എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ 44ാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെ? 300A, 134A, 361A. 44ാം ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങൾ ഏതൊക്കെ? അത് 3 ഒഴിവാക്കി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 31. ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 257A, ആർട്ടിക്കിൾ 329A. അപ്പൊ ഈ 6 ആർട്ടിക്കിളുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമായിട്ട് പുനഃസ്ഥാപിച്ചത്. അത് തിരിച്ചാക്കിയത് 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 44 തിരിച്ച് 6-ൽ നിന്നും 5 തന്നെ കൊണ്ടുവന്നേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം എന്താണ്? ആംഡ് റിബല്യൻ അഥവാ സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയും 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ 44ാം ഭരണഘടനാ ഭേദഗതി ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. അതുപോലെ ഈ ചോദ്യം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്, പിന്നീട് മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം, ഇതെല്ലാം ഈ സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശത്തോട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും ഈ ചോദ്യം നിങ്ങൾ നോക്കിയിരിക്കുക. അതുപോലെ ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സും നോക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ എന്തായാലും ഒന്ന് കയറി അറ്റൻഡ് ചെയ്തിരിക്കുക. പരീക്ഷയും കൂടി എഴുതുമ്പോഴത്തേക്കും ഈ വസ്തുതകളെല്ലാം മനസ്സിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും അതുപോലെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.